CPM-ന്റെ പ്രധാന നേതാക്കന്മാരടക്കം BJP-യിലേക്ക് പോകുന്നുവെന്ന വാർത്തകളും ചർച്ചകളും ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ ഇടുക്കിയിൽ വീണ്ടും ചർച്ചയാകുന്നത് എസ് രാജേന്ദ്രന്റെ BJP പ്രവേശമാണ്. രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുമെന്ന ചില വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. എന്തായിരുന്നാലും എസ് രാജേന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ രാജേന്ദ്രൻ, അങ്ങ് BJP-യിലേക്ക് പോകുമോ, അത് CPM-ൽ സംഘടനാ രംഗത്ത് സജീവമാകുമോ? ഇതാണൊരു പ്രധാനമായി ചോദിക്കുന്ന ചോദ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. CPM-ലുണ്ട് എന്ന് പറയാം. CPM സംഘടനാ പ്രവർത്തനത്തിൽ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ പിന്നെ സസ്പെൻഷനിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് നേതൃത്വം ഇടപെടുകയും തിരിച്ചുവരവിലേക്ക് അവർ ശ്രമിക്കുകയും മെമ്പർഷിപ്പ് അടക്കം കൊടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് സമയ സന്ദർഭങ്ങളിൽ പാർട്ടിയുടെ ചില ആളുകളുടെ തടസ്സം കാരണം നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാനും പ്രയാസമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിന് അങ്ങനെ സജീവമാകാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതാണ് അതിൻ്റെ ശരി. അപ്പോൾ ഇനി എന്താണ് എന്നുള്ളത് അങ്ങനെ നിൽക്കുകയാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ മീഡിയാസിനെ നൽകിയിട്ടുള്ള വാർത്തകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. BJP-യിലേക്ക് പോകാനുള്ള ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ല. അതാണ് നേരത്തെ ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അതിൽ തന്നെയാണ്. ഇതുവരെ അങ്ങനെ ഒരു മാറ്റത്തിലേക്കും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ചില മാധ്യമങ്ങൾ BJP-യിലേക്കുള്ള സാധ്യത എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. എൻ്റെ വിഷനിൽ ഉണ്ടാവില്ല. എൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ എൻ്റെ വിഷൻ കാണിച്ച് ലേഖകൻ പരാമർശങ്ങൾ അങ്ങനെ ഉണ്ടായേക്കാം. അവർ ഇപ്പം എങ്ങനെ വേണേലും നമ്മുടെ വാർത്തകൾ, നമ്മളുടെ വർത്തമാനങ്ങളിലെ വാർത്തകൾ എങ്ങനെ വേണേലും അവർക്ക് കൊടുക്കാം. അതിനിപ്പോൾ തടസ്സമില്ലല്ലോ. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാർട്ടി ഇടപെടുകയും ഏതായിരുന്നോ എസ് രാജേന്ദ്രൻ പ്രവർത്തിച്ചിരുന്ന ഒരു ഘടകം, ആ ഘടകത്തിൽ നിന്ന് പ്രവർത്തിക്കട്ടെ എന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. എന്തുകൊണ്ടാണ് എന്നിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് കൊണ്ടാണല്ലോ ഇത്രയും പ്രതിസന്ധികൾക്ക് നടുവിൽ പാർട്ടിയിൽ നമ്മൾ പാർട്ടിയെ കുറ്റം പറയാതെ, പാർട്ടിക്കെതിരാകാതെ പാർട്ടിയോടൊപ്പം നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, പാർട്ടി എന്ന് ഒരു വ്യക്തി അങ്ങ് തീരുമാനിച്ചാൽ അങ്ങനെ പാർട്ടി ആവില്ല. പാർട്ടി എന്തുകൊണ്ട് അത് തിരിച്ചറിയുന്നില്ല? അതേ സംബന്ധിച്ച് ഒരു കത്ത് പാർട്ടിക്ക് കൊടുത്തിരുന്നു. പാർട്ടിയുടെ നയവും നടപടിക്രമങ്ങളും സംബന്ധിച്ച വിഷയമാണ്. അക്കാര്യം നിലനിൽക്കെ, അതേപടി നിലനിൽക്കെ ഇങ്ങനെയൊക്കെയാണ് ഈ പാർട്ടി, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഈ പാർട്ടിയെ കൊണ്ടുപോകുള്ളൂ, സൗകര്യം ഉണ്ടെങ്കിൽ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ നിന്ന ഘടകത്തിനേക്കാൾ അപ്പുറത്തേക്ക് തന്നാൽ പോലും നമുക്കത് സ്വീകാര്യമല്ലല്ലോ. അത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യവും ഒരാളുടെ പ്രവർത്തനത്തിന് ഉണ്ടാകുന്ന അവസരവുമാണ്. മനസ്സുകൊണ്ട് കഷ്ടപ്പാടും പ്രവർത്തനവും എല്ലാം ഓരോ വ്യക്തികളും നടത്തുന്നതനുസരിച്ചുള്ള ഒരു നിലവാരവും നിലപാടുകളുമുണ്ട്. പാർട്ടിയുടെ നയത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പാർട്ടി പറയുന്നതാണ്. അത് എൻ്റെ ഇഷ്ടത്തിന് വളച്ചൊടിക്കാനും ഞാനാണ് പാർട്ടിയാണ് എന്ന് ധരിപ്പിക്കാനും പഠിപ്പിക്കാനും ഉള്ള ആളിനെ പാർട്ടി തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് തന്നെ കാര്യം. എന്തായാലും CPM-ൽ നിന്നൊരു സജീവ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്ന് തന്നെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടിയണേ. കാത്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പാർട്ടി ഇങ്ങനെയൊക്കെ തന്നെ എന്ന് ചില ആളുകൾ പറയുന്നത് തന്നെ പാർട്ടിയാണ് എന്ന് കരുതുന്നത് ആണ് പാർട്ടി നോക്കേണ്ടത്. അല്ലാണ്ട് ഞാൻ ഒരു തടസ്സമല്ലല്ലോ. എനിക്ക് പ്രവർത്തിക്കണം, അല്ല ഞാൻ പ്രവർത്തിച്ചേ മതിയാവും എന്ന ആഗ്രഹമൊന്നും എനിക്കില്ല. ഞാൻ ഉണ്ടേലേ പാർട്ടി ഉണ്ട് എന്ന ചിന്തയും എനിക്കില്ല. ചില ആളുകളുടെ നാക്കും വാക്കും ബലവുമാണ് ഈ പാർട്ടി എന്ന് പാർട്ടി ചിന്തിക്കുന്നത്. അതങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകട്ടെ. അത് വ്യക്തികൾ തമ്മിൽ ഒരു മത്സരമായി വരുമ്പോൾ ഏതൊരു വ്യക്തിയും തോൽക്കാൻ ആഗ്രഹിക്കാറില്ല. വ്യക്തികൾക്ക് മുമ്പിൽ വ്യക്തികൾ തോൽക്കാൻ ആഗ്രഹിക്കാറില്ല. പാർട്ടിക്ക് മുമ്പിൽ 1000 വട്ടം വേണേലും ക്ഷമ ചോദിക്കാം, തോൽക്കാം, തോറ്റുകൊടുക്കാം. അത് പാർട്ടിയുടെ മുമ്പിലാണ്. അത് പാർട്ടിയാണ് എന്ന് നമുക്ക് തോന്നൽ വേണം. രാജേന്ദ്രൻ ശരിക്കും ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് പാർട്ടിക്കുള്ളിലെ വ്യക്തിയോടാണ്. ആരായിരിക്കും ആ വ്യക്തി? ആ വ്യക്തി പാർട്ടിക്ക് അറിയാലോ. ഇപ്പോൾ പാർട്ടി സജീവമാകണം, പ്രവർത്തനത്തിൽ ഇറങ്ങണം
എന്ന് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ജില്ലയ്ക്ക് സംസ്ഥാന നേതൃത്വം നൽകുന്ന ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടു. അവർക്ക് ആവശ്യപ്പെടാനേ അവകാശമുള്ളൂ, അത്രയ്ക്കേ പറ്റുള്ളൂ. പക്ഷെ പ്ലാനിങ്ങും പ്രോഗ്രാമും തയ്യാറാക്കാനുള്ള അവകാശവും ഔദ്യോഗികമായി ആധികാരികതയോട് പറയാനുള്ള അവസരമൊക്കെ വേറെ ആളുകൾക്കുണ്ട്. അത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അവിടെ അങ്ങ് നിൽക്കട്ടെ, ഞാനത് തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞാൽ അത് അവിടെ അങ്ങ് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ഞാനിതേ വന്നിട്ടുണ്ട് എന്ന് അങ്ങനെ പോയി നിന്ന് നമുക്ക് സമയം നോക്കി എനിക്ക് പരിപാടി ഇട്ടോ എന്ന് ചോദിച്ചു പോകേണ്ട കാര്യം ഇല്ല എന്നുള്ള തോന്നൽ തന്നെയാണ്. അതുകൊണ്ട് ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, വാതിൽ അടഞ്ഞിട്ടുണ്ട്, നമ്മൾ മുട്ടി നോക്കുന്നു, അവരും ശരി തുറന്നിട്ടുണ്ട് എന്ന് പറയുകയും എന്നാൽ കുറ്റിയിട്ട് അടച്ചിരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ കുറച്ച് നാളും കാത്തിരിക്കാം. ഇത്രയേ ഉള്ളൂ. കാത്തിരിപ്പിന് ശേഷം ഒരു തീരുമാനം എടുക്കും. വേണ്ടി വരും. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം എസ് രാജേന്ദ്രൻ വളരെ സജീവമായി വർഷങ്ങളോളം നിലനിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ജനങ്ങൾക്കിടയിൽ സജീവമായി നിന്നിരുന്ന ഒരാൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷമൊക്കെ ഉണ്ടല്ലോ, അത് എങ്ങനെ തരണം ചെയ്തു പോകാൻ പറ്റും? നമുക്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയല്ലേ ചെയ്യാൻ പറ്റുക? എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഇപ്പോഴും ആവശ്യക്കാർ വിളിക്കുന്നുണ്ട്. അതായത് നിലവിലുള്ള സംവിധാനവുമായി അവർ ബന്ധപ്പെട്ടിട്ട് അവർ സംതൃപ്തരാകാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ അവരെ വിളിക്കാതെ എന്നെ വിളിക്കാറുണ്ട്, ഇടപെടാറുണ്ട്. അത് ആ ജോലിക്ക് എന്നും കുറവുള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു ഫ്രീ മാനാണ്, റെസ്റ്റിലാണെന്നുള്ള ഒരു ബോധം എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ കടന്നു പോകുന്നു. ഇടയ്ക്ക് പറഞ്ഞല്ലോ ഒരു ഇതിങ്ങനെ അങ്ങ് പോട്ടെ, അത് കഴിയുമ്പം ആലോചിക്കാമെന്ന് പറഞ്ഞു. ആ ആലോചന മറ്റൊരു സംഘടന, ഇപ്പോൾ BJP-യോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടനയാകുമോ? അതിനെ സംബന്ധിച്ച് ആ സാഹചര്യം എന്ന് പറയുന്നത് നമ്മളെ എത്രമാത്രം നമുക്ക് നമ്മുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അപകടകരമല്ലാത്ത സാഹചര്യങ്ങൾ ഇതെല്ലാം എങ്ങനെയുണ്ടെന്ന് നോക്കുന്നതിൻ്റെ ഞാൻ പറയുന്ന നേതാക്കന്മാരെല്ലാം പറഞ്ഞാലും ചില ആളുകൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും എല്ലാം ഉണ്ട്. വെറുതെ വല്ലല്ലോ പാർട്ടിക്ക് കത്ത് കൊടുക്കുന്നേ. അവഗണന ഒന്നോ രണ്ടോ സമയം കൊണ്ടിട്ടല്ലല്ലോ. അത് സംഘടനാപരമായി കാണാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ അടിമയാണ് എന്ന് പറഞ്ഞ് മുമ്പേക്കൊന്ന് കയറി നിൽക്കാനുള്ള സമയമല്ലല്ലോ ഇത്. ആ കാലമല്ല ഇത്. അത് ബോധ്യപ്പെടേണ്ട ആളുകൾ ബോധ്യപ്പെടട്ടെ. ബോധ്യപ്പെട്ടില്ല എങ്കിൽ അന്നേരം നോക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഇപ്പോളില്ല എന്നാണ് പറയാറ്. ഇപ്പോൾ BJP-യിലേക്ക് പോകുമോ? ഇല്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഇപ്പോഴില്ല. അപ്പോൾ BJP എന്നതൊരു ഓപ്ഷൻ ഇതുവരെ തള്ളിയിട്ടില്ല പൂർണ്ണമായിട്ടും. BJP എന്ന് മാത്രമല്ലല്ലോ, CPI ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മറ്റു പാർട്ടികളുണ്ട്. വരുന്ന ഒരു വ്യക്തി ഒരു അവസരം നേടുക ഉദ്ദേശിക്കുന്നു, ഒരു അവസരത്തിലേക്കാണ് കടക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ പ്രശ്നം വിടാം, വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഒരാൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നേടുന്നത് എങ്ങനെയായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്? ആ അർത്ഥത്തിൽ കണ്ടാൽ മതി. അതിനത് BJP എന്നോ CPI എന്നോ കോൺഗ്രസ് എന്നോ മറ്റൊന്നുമല്ല. നമുക്ക് നമ്മുടേതായ ഇപ്പോൾ എൻ്റെതായ നിലനിൽപ്പ് എനിക്ക് പ്രശ്നമേ അല്ല. എൻ്റെ നിലനിൽപ്പും എൻ്റെ കാര്യങ്ങളും എല്ലാം ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. വെച്ചാൽ 40 വർഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ അനുഭവവും കാര്യങ്ങളുണ്ട്. ഇനി മക്കളുടെ വിവാഹ ചടങ്ങിലേക്ക് കിടക്കുന്ന കാലമായി. അതുകൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ കാലങ്ങളായി നമ്മളോടൊപ്പം നിന്ന ആളുകൾ, സഹായിച്ച ആളുകൾ, അവരുടെ മക്കൾ, അവരുടെ ജീവിതം, ഇതെല്ലാം ചിന്തിക്കുമ്പോഴാണ് വേറെ ചിന്തയിലേക്ക് പോകേണ്ടി വരിക. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സജീവമായില്ല, സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടും ഇറങ്ങിയില്ല. ഒന്നും നമുക്ക് പ്ലാൻ തന്നില്ല, അവരല്ല തരേണ്ടത്, അതിനെ ഉത്തരവാദപ്പെട്ട ആൾ തന്നില്ല. 2, നമുക്ക് ഒരു ഇറങ്ങി അങ്ങ് പോയി പ്രവർത്തിച്ചു. ഒരു അപകടം എന്തെങ്കിലും നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിൽ വന്നതുപോലെ സൃഷ്ടിച്ചു. ഇപ്പോൾ നേതാക്കന്മാർ കാണിക്കുന്ന അടുപ്പം അപ്പോഴും കാണത്തില്ല. ഇവന് വീണ്ടും ഇത് തന്നെയാണോ പ്രശ്നം എന്നുള്ള ചിന്താഗതിയിലേക്ക് കൊണ്ടുവരും. ഇനി അതല്ലേലും ജാതി പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ഇതല്ലേൽ പോലും നമ്മളെ ഞാൻ വോട്ട് ചോദിച്ചു, ഇറങ്ങിപ്പോയി, പ്രവർത്തിച്ചു. നാളെ രാവിലെ അവർക്കൊരു ആവശ്യം വന്നു, എന്നെ വിളിച്ചു, ഇങ്ങനെ ഒന്ന് പറയണമല്ലോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന അവസരം ഇപ്പോൾ ഇല്ല. തെരഞ്ഞെടുപ്പിൽ നിന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തപ്പെടുകയായിരുന്നു. അതാണല്ലോ എന്ന് ഞാൻ കരുതുന്നു. അതിന് എന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല. അത് ഇപ്പോൾ ഒരു ബൂത്ത് സെക്രട്ടറി പാർട്ടി മെമ്പർ വിളിച്ചാൽ ഇന്ന ആളോട് പറയണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ഇറങ്ങിപ്പോവുക അതല്ല.
ആരാണോ എന്നെ ലീഡ് ചെയ്തുകൊണ്ട് ഒരു ബൂത്തിലേക്ക്, ഒരു ബൂത്ത് സെക്രട്ടറി എന്നെ ലീഡ് ചെയ്യാണ്, സഖാബെ ബാധ ആ വീട്ടിൽ പോകണം. അങ്ങനെ ഒരു ബൂത്ത് സെക്രട്ടറി, ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ, ബ്രാഞ്ച് സെക്രട്ടറി, ബഹുജന സംഘടനയുടെ ഒരു നേതാവ് എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് കൂടെ പോകുന്നുണ്ടെങ്കിൽ നാളെ പറയുകയാണ്, സഹോ ഇന്നാൾ നമ്മൾ ആ പോയ വീട്ടുകാരനെങ്കിലും ഒരു അവസരമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റണം. രണ്ട്, ഈ എന്നെ ലീഡ് ചെയ്യുന്ന ബൂത്ത് സെക്രട്ടറി കൊണ്ടുപോയി അതിന് നാളെ ഈ ഔദ്യോഗികമായ ആൾ ചോദിക്കാതെ നിന്നെ ആരാ കൊണ്ടുപോകാൻ പറഞ്ഞേ, പാർട്ടി നിന്നെ ചുമതലപ്പെടുത്തിയോ എന്ന് ചോദ്യത്തിന് അവർക്ക് എന്താ മറുപടി? അപ്പോൾ സംഘടനാപരമായ കാര്യങ്ങളിലേക്ക് നീക്കുപോക്കില്ലാത്തതിൻ്റെ പ്രശ്നം. അല്ലാണ്ട് ചുമ്മാ മൈക്കിൽ പോയി പ്രസംഗിക്കാമെന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കൺവെൻഷന് പോയി, ഞാൻ 2ാമത്തെ ലൈനിലാണ് ഇരുന്നത്, മുൻനിരയിലല്ല. മുൻനിരയിൽ ഇരിക്കണം എന്നുള്ള ആഗ്രഹവും ഇല്ല, ഒത്തിരി ഇരുന്നതാണ്. അതിൻ്റെ എല്ലാം പാർട്ടിക്ക് ഗുണം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ബാക്കിലിരുന്നു. വേണമെങ്കിൽ ജോയ്സിനെ ഒരു ചിഹ്നത്തിൽ വോട്ട് ഒരു 2 സെക്കൻഡ് കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് വേണേൽ എന്നോട് ആവശ്യപ്പെടാം. അത്ര പ്രാധാന്യം ഇല്ല എന്നാണല്ലോ ആ യോഗത്തിൽ എന്നെ ബോധ്യപ്പെടുത്തിയത്. സെക്കൻഡ് നിരയിലിരിക്കുന്ന ആൾ ഫ്രണ്ടിലിരിക്കണ്ട, ഇനി 2 വാക്ക് സംസാരിക്കണ്ട. ഞാൻ സംസാരിച്ച് കൊതി തീർന്ന് നിൽക്കുന്ന ആളാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രാധാന്യം, ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം, സംസ്ഥാന നേതാക്കൾ പോകണം, നീ നിർബന്ധമായും പോകണം എന്ന് പറഞ്ഞതിൻ്റെ അവർ കണ്ട പ്രാധാന്യം ഇവിടെയുള്ള നേതാവിനെ കാണുന്നില്ല എങ്കിൽ നീ അതിൻ്റെ കാര്യമില്ല, പാർട്ടി അതിനേക്കാളും ശേഷിയുണ്ടെന്നുള്ളതാണ്. ഇത് രാജേന്ദ്രൻ ഒരു ഇടവേളയ്ക്ക് ശേഷം പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വേദിയിലേക്ക് എത്തുമ്പോൾ പ്രാദേശികമായിട്ടുള്ള നേതൃത്വം അതിനെ അംഗീകരിക്കുന്നതേ ഇല്ല, രാജേന്ദ്രനെ അംഗീകരിക്കുന്നില്ല, രാജേന്ദ്രൻ വരേണ്ടതില്ല എന്ന നിലപാടാണ്. ആ നിലപാടാണ് കണ്ടത്. അപ്പം അത് അങ്ങനെ ചിന്തിക്കാവോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പലരും എന്നോട് അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആവശ്യമാണെങ്കിൽ അതങ്ങനെ ചിന്തിക്കാം. ഇനി അത് പോട്ടെ, അത് കഴിഞ്ഞിട്ടാണേലും ഇന്ന പരിപാടികൾ ഇട്ടിട്ടുണ്ട്, പോകണം എന്ന് ഔദ്യോഗികമായി ആർക്കെങ്കിലും ഏതെങ്കിലും തീരുമാനം ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. രാജേന്ദ്രനൊന്നും കാര്യമില്ല, ഞാൻ മതി ഇവിടെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ പിന്നെ അത്രയും മതിയല്ലയോ? അപ്പോൾ അത് മതി, നമുക്കതിനെ കൂടുതലൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, അതേ ഉള്ളൂ. ഈ ഒരു കുറച്ചുകൂടി നോക്കാം എന്ന് പറഞ്ഞു. അപ്പം നടപടി മുതൽ കുറച്ച് നാളുകൾ ഇങ്ങനെ പോന്നു, വർഷങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നാളായിരിക്കും ഈ ഒരു ഇരിപ്പ്? അതായത് എൻ്റെ ചുവടിൽ ഒന്നും ഒലിച്ചു പോയിട്ടില്ല, എൻ്റെ ചുവട് വെപ്പിലൊന്നും ഒലിച്ചു പോയിട്ടില്ല. ഒരാൾ ചെയ്യുന്ന തെറ്റ് എന്താണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടതിന് ശേഷവും ഒരു പക്ഷേ എന്തെങ്കിലും പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് പാർട്ടിക്ക് ചിന്തിക്കാൻ സമയം വേണ്ടേ? നടപടിയെടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ഒരാളിനെ മറ്റൊരു സ്ഥലത്തും കൂടി അവസരങ്ങൾ ഉണ്ടാവുകയോ സംഘടനയിൽ അവസരം നൽകുകയോ ഒക്കെ പക്ഷെ പെട്ടെന്നല്ലോ. അപ്പം പാർട്ടിക്കകത്ത് പ്രശ്നം ഇതാണ്, പാർട്ടിക്കകത്ത് പ്രൊമോഷൻ കൊടുക്കാതിരിക്കാൻ എന്താണ് നിലപാട്? ആ നിലപാട് സ്വീകരിച്ചു. ഞാൻ രാജിക്കെതിരെ പ്രവർത്തിച്ചോ ഇല്ലയോ എന്ന് 3 കൊല്ലം കഴിഞ്ഞ് ഇപ്പം അറിയാലോ, ഇപ്പം എല്ലാവർക്കും ബോധ്യപ്പെടണമല്ലോ. അപ്പം അതിന് പാർട്ടി തിരിച്ച് അങ്ങോട്ട് പോക്ക് നടക്കില്ല, തിരുത്താൻ പറ്റത്തില്ല. എടുത്ത നടപടി എടുത്തത് തന്നെ. ഞാൻ അവമാനപ്പെട്ടത് എനിക്കതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരാളുടെ വാക്കാണല്ലോ പാർട്ടിക്ക് വിശ്വാസമായത്. ആ വിശ്വാസം പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുള്ള ചിന്താഗതിയിൽ പറഞ്ഞില്ലെങ്കിലും മനസ്സിലുണ്ടല്ലോ. അതെന്തോ ആകട്ടെ, അത് പാർട്ടിയുടെ ലീഡർഷിപ്പിന് അറിയാലോ, എന്തേലും ആട്ടെ. എന്നാൽ പിന്നെ ഇന്നും പിന്നെയും അത് തിരുത്താൻ തയ്യാറാവില്ല എന്ന് പറയുമ്പോൾ നമ്മളത് പാർട്ടിയായി കണക്കാക്കാൻ പറ്റില്ല. അതല്ല പാർട്ടി. പാർട്ടി പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ പാർട്ടിയുടെ പുറത്ത് നിൽക്കുന്നയാൾ. ഞാൻ പാർട്ടി പറയുമ്പോൾ, നേതാക്കന്മാർ പറയുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് സെക്രട്ടറിയും പറയുന്നത് ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അതാണ് പാർട്ടി. അല്ലാണ്ട് ഞാനാണ് പാർട്ടി എന്നുള്ള ബോധം എനിക്കില്ല. ആ ബോധമുള്ളയാളെ പാർട്ടി തീർത്തണം. അങ്ങനെയാണ് വ്യക്തികൾ തമ്മിലുള്ള മത്സരങ്ങൾ ഉണ്ടാവുക. നമ്മൾ ആ മത്സരത്തിന് പോയില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ കടന്ന് കയറി പിടിച്ച് ഇത് ഒരു അവസരമാക്കി അകത്ത് കയറി ഇരുന്നാൽ ജാതിയുടെ വായി പ്രശ്നം അയാൾ ഉണ്ടാക്കും. അതിൻ്റെ വേറെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ കൊണ്ടുവരും. അപ്പോൾ പിന്നെ അതിനെ ഞാൻ 4 പേരെ ഞാനും പിടിക്കണം. അതിപ്പോൾ എന്തായി? പാർട്ടി പുതിയൊരു പ്രശ്നത്തിലോട്ടായി. ആ പാർട്ടിക്ക് അങ്ങനെ ഒരു ക്ഷീണം ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പിന്നെ വ്യക്തിപരമായി എന്നോടുണ്ടാക്കിയ വൈരാഗ്യവും എന്നെ അപമാനിച്ചതും ഒക്കെ നേരിടണമെങ്കിൽ ഞാൻ വേറെ കാണണം. അങ്ങനെ കാണേണ്ട അവസരം വന്നാലാണ് ഈ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞത്. അത് എത്ര ദൂരം സമയം പോകുന്നു എനിക്കറിയില്ല.
എന്തായിരുന്നാലും അത്തരത്തിലാണ് ഈ വിഷയങ്ങൾ, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അതേപടി അവിടെ നിൽക്കുകയാണ്. നമ്മൾ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ബി ജെ പി എന്നുള്ളതല്ല, മറ്റേതെങ്കിലും ഒരു പാർട്ടിയാണെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു ചൂസിംഗ് അത് പൂർണ്ണമായും രാജേന്ദ്രൻ തള്ളിക്കളയുന്നില്ല. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.